ഈ പറയുന്ന കാലതാമസം ഒരു ഡെലിവറൻസിൽ എന്താണോ ഒരു ഡെസിഗ്നേറ്റഡ് ഡെലിവറൻസ്, അത് ഒരു വീഴ്ചയും വരാതെ പേഷ്യൻസിനൊന്നും ഒരു രീതിയിലും ഉപദ്രവം ഏൽപ്പിക്കാത്ത തരത്തിൽ റിവൈവ് ചെയ്യാനുള്ള എല്ലാ നിശ്ചയങ്ങളും ആയിട്ടുണ്ട്. ഷിജോ കുര്യൻ വിവരണം അയച്ചിരുന്നു. ഷിജോ, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയോ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഈ പ്രതിഷേധത്തിനൊടുവിൽ വളരെ അനുനയിപ്പിച്ച് ഡയറക്ടറായി സംസാരിച്ചതിനു ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടുന്ന് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അവർക്ക് പിന്നീട് പോയില്ല എന്നുള്ളതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാതിരുന്നത്. പിന്നീട് ഡയറക്ടർ എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് സംസാരിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡയറക്ടർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അനുനയിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടുന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധമെല്ലാം അവസാനിച്ച് ശ്രീചിത്ര പരിസരം ശാന്തമാണ്. ശ്രീചിത്രയിൽ ഇന്നു മുതൽ ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടുണ്ട്. 15 ശസ്ത്രക്രിയകളാണ് നിലവിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഉപകരണങ്ങൾ കൃത്യസമയത്ത് വാങ്ങാത്തതാണ് ശ്രീചിത്രയിലെ നിലവിലത്തെ പ്രതിസന്ധിക്ക് കാരണം. ഈ പ്രശ്നത്തിൽ ലൈസൺ ഓഫീസറായി അല്ലെങ്കിൽ ലൈസൺ മന്ത്രിയായിട്ട് ഇടപെട്ട കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി ശ്രീചിത്ര ഡയറക്ടറായിട്ടും സൂപ്രണ്ടുമായിട്ടും മറ്റു വകുപ്പ് HODമാരുമായിട്ടും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഇന്റർവെൻഷണൽ റേഡിയോളജി ശസ്ത്രക്രിയ നടത്താൻ വേണ്ട ഉപകരണങ്ങൾ HLLന് കീഴിലുള്ള അമൃത് ഫാർമസിയിൽ നിന്ന് വാങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ട് ശ്രീചിത്രയുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ മന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. നാളെ മുതൽ ഇത് വാങ്ങുന്ന കാര്യങ്ങളിലേക്ക് കടക്കും. അമൃത് പദ്ധതിയിൽ അമൃത് ഫാർമസികളിൽ നിന്നായിരിക്കും ഈ ഉപകരണങ്ങൾ വാങ്ങുക. അതിനുശേഷം സാധാരണ നിലയിലുള്ള ശസ്ത്രക്രിയകൾ നടക്കും. പുറത്ത് പ്രചരിക്കുന്ന തരത്തിലുള്ള വലിയ പ്രതിസന്ധി ശ്രീചിത്രയിൽ ഇല്ല എന്നുള്ള ഒരു പ്രതികരണം കൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട്. എന്തായാലും രോഗികൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അജിത്. ശരി ഷിജോ.